Good afternoon. Good afternoon, ma'am. നമുക്ക് മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? അതെ ടീച്ചർ. ഉണ്ടോ? ഓക്കെ, പ്രേയർ ആരാണ്? ഞാൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല മാം. ഓക്കെ, അതിപ്പോ ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഇടാട്ടോ. ഓക്കെ. ഓക്കെ, പ്രേയർ. Okay, teacher. We come before you with humble hearts, seeking guidance and wisdom. Bless us with knowledge, understanding, and patience. Help us to learn and grow, and to use our gift and talent to make a positive impact in the world. Thank you. ഓക്കെ, താങ്ക് യു. എന്ന് പ്രേയർ മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. പ്രിപ്പയർഡ് ആണോ സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ? ഓക്കെ, നമുക്കപ്പോ ടൈം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്നാണ് ടേം എക്സാം? നാളെ. പഠിച്ചോ? ചെയ്യുന്നുണ്ട് ടീച്ചർ. ചിലപ്പോ ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴല്ലേ. 2 പാർട്ടും കൂടി ഒരുമിച്ച് എക്സാം വരാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള 2 പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് ശരിക്കും സിമ്പിൾ ആണ് കേട്ടോ, അല്ലെ? ഫസ്റ്റ് പാർട്ട് ഞാൻ എന്റെ ചാപ്റ്ററിന്റെ റിവിഷൻ ഒന്ന് നോക്കിയാലോ? ഞാൻ എടുത്ത യൂണിറ്റ്സിന്റെ. ഓക്കെ. അപ്പൊ ഞാൻ എടുത്ത യൂണിറ്റ്സിന്റെ റിവിഷൻസ് ഒന്ന് നോക്കാം. ഞാൻ ആദ്യം എടുത്ത ചാപ്റ്റർ എനിക്ക് തോന്നുന്നു കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആയിരുന്നു, അല്ലെ? ആണോ? Yes, ma'am. ഓക്കെ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോയിരുന്നാണ് എന്റെ വിശ്വാസം. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസ് വരുന്നത്? എന്തുകൊണ്ടാണ്? ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാണ്. ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് റീസൺ. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് കോമൺലി ഇൻ ചിൽഡ്രൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ 2 ഡിസീസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു അത്? അതേപോലെ തന്നെ ഏതൊക്കെ ഐറ്റംസ്? ഇപ്പൊ നമുക്ക് എയർബോൺ ഡിസീസ്, ഡാഷ് ആർ ദ എയർബോൺ ഡിസീസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കോൾഡ്, മീസിൽസ്, അതേപോലെ തന്നെ സ്മോൾ ബോക്സ്, ട്യൂബർകുലോസിസ്, ഓക്കെ, ഡാഷ് അങ്ങനെ എയർബോൺ ഡിസീസ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ. ദെൻ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ആണെങ്കിൽ ഈ ടൈഫോയിഡ് വരിക കേട്ടോ. ഞാൻ അതുകൊണ്ട് മാർക്ക് ചെയ്യാതെ. ടൈഫോയിഡ് ശരിക്കും പറഞ്ഞാല് വാട്ടർ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, അതിലൂടെയൊക്കെയാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ആകുന്നത്. എന്തൊരു മിസ്റ്റേക്ക് കാരണമാണ് ഇവിടെ ടൈഫോയിഡ് കയറി വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഡിസീസിന്റെ കാര്യങ്ങൾ നോക്കാം. ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, whooping dash is another name of whooping cough. Pertussis. And optionally pertussis ഉണ്ട്, 100 days of cough ഉണ്ട്, then cough of 100 days ഉണ്ട്, and all of the above ഉണ്ടെങ്കിലോ? എല്ലാം വരും. All of the above. Okay. Then dash disease affect the throat, windpipe, and trachea. Diphtheria. Okay, diphtheria, അല്ലെ? Then dash germs are grow in cow dung and horse dung, and it even enter the body through injuries. Tetanus. Then okay, abnormal and loose motions are the common symptoms of dash disease. Option A, dysentery. Option B, cholera. Option C, A and B. Option D, then none of this.
Dysentery. ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ രണ്ടെണ്ണത്തിന്റെ സിംറ്റംസ് ആണ് ഞാൻ പറയാറുണ്ട്. കോളറ ആൻഡ് അല്ലെ. Okay, ma'am. Dash disease affect the kidney, mainly kidney അല്ലെ, sorry, liver. Dash disease affect the mainly jaundice. Okay. Malaria is the disease spread through dash. Mosquitoes. Mosquitoes. Anopheles mosquitoes അല്ലെ. Okay. Then typhoid related ആയിട്ടുള്ളത് മീസിൽസിന്റെ വൈറസിന്റെ പേരെന്താ? Measles തന്നെയല്ലേ? അതെ. കോളറ വിബ്രിയോ കോളറ. വയ്ക്കാട്ടെ. വിബ്രിയോ Vibrio കോളറ. cholera. ഓക്കെ കേട്ടോ. ദെൻ മലേറിയയുടെ കാര്യം പറഞ്ഞു. അപ്പൊ കോമൺ ചൈൽഡ് ഡിസീസ് എളുപ്പമല്ലേ ചാപ്റ്റർ? പാർട്ട് 1 വലിയ കുഴപ്പമില്ല, പക്ഷെ പാർട്ട് 2 ആണ് ഭയങ്കര ബുദ്ധിമുട്ട്. ആണോ? ഞാൻ പാർട്ട് 1 ഫസ്റ്റ് ഇയറും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പാർട്ട് 2 പോവാം. ഓക്കെ. മേ ബി നമ്മള് MT 11 and 12 ഒരുമിച്ചാണ് എക്സാം വരുന്നത്. സോ ഞാൻ നോക്കട്ടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടെന്ന്. മേ ബി ടീച്ചേഴ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇടുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതിയൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചിട്ട് റീഡ് ചെയ്ത് നല്ല ടെൻഷനൊന്നും വേണ്ട. ടേം എക്സാം ആണ്, ടെൻഷനൊന്നും വേണ്ട. നല്ല രീതിയിൽ റീഡ് ചെയ്യുക. നിങ്ങൾക്ക് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. കാരണം മെയിൻ എക്സാം എഴുതാനുള്ള കുട്ടികളാണ്. നമുക്ക് തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളുടെ പഠന നിലവാരങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ടൈം എക്സാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്കൂളില് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിനോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, നേഴ്സിംഗ് അസിസ്റ്റന്റ് നോക്കാട്ടാ. The service of the nursing assistant should be made available. ഓക്കെ. അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്യാം. ദെൻ ഡ്യൂട്ടീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് നോക്കാട്ടാ. ഇതില് നമ്മളിപ്പോ ഫസ്റ്റ് എയ്ഡിന്റെ മെറ്റീരിയൽസിൽ നമ്മളൊരു നാച്ചുറൽ ആന്റിസെപ്റ്റിക് ഉണ്ട്. നാച്ചുറൽ ആയിട്ട് ഉള്ളൊരു ആന്റിസെപ്റ്റിക് ഉണ്ട്. അതെന്താ ഏതാണെന്നറിയാവോ? നാച്ചുറൽ ആന്റിസെപ്റ്റിക് മഞ്ഞളാണ്. അത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാടാ. വിനെഗർ നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണ് ട്ടോ. ഓക്കെ. നമ്മള് മുറിവ് അല്ലെങ്കിൽ പൊള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ ചെയ്യാ സാധാരണയായിട്ട്? വെള്ളം, കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ. ഓക്കെ. ദെൻ ആന്റിസെപ്റ്റിക് ലോഷൻ. ആന്റിസെപ്റ്റിക് ലോഷൻ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാലോ? ഫെയിന്റ് കോൾഡ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യും. പിന്നെ ബ്രീത്ത് ആവശ്യമാണെങ്കിൽ കൊടുക്കും. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഓക്കേടാ. ബ്ലീഡ് ചെയ്യാണെങ്കിലോ? വൂണ്ട് ആദ്യം നല്ല വെള്ളത്തിൽ ക്ലീൻ ചെയ്തിട്ട് ബീറ്റാഡിൻ അങ്ങനെ പോലെ. ഓക്കെ. കൈ ഒന്ന് ഉയർത്തി പിടിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് കുറവായിരിക്കും. ദെൻ സ്നേക്ക് ബൈറ്റ് ചെയ്താലോ? അതിന്റെ മുറിവിന്റെ മുകളിലും താഴെയായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടണം. പിന്നെ ആളെ ഉറങ്ങാൻ സമ്മതിക്കാൻ പാടില്ല. പിന്നെ നൈഫ് ഒന്നും പറയണ്ട കേട്ടോ. നൈഫ് വേണ്ട. കാരണം നൈഫ് വെച്ചിട്ട് ഇപ്പൊ ചെയ്യാറില്ല. കാരണം സാധാരണ സ്നേക്ക് ആണെന്ന് തന്നെ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. എന്താ പറയുക, പോയിസണസ് സ്നേക്ക് അല്ലെങ്കിൽ ബ്ലീഡിങ് ആയി കഴിഞ്ഞാല് മേ ബി നമ്മൾ ആ ബ്ലീഡിങ് കാരണം പേഷ്യന്റ് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതത്രയും നമ്മൾ ഇതായിട്ട് പറയണ്ട. ഇനി മുങ്ങിപ്പോയാലോ? അവർക്ക് എടുത്തിട്ട് ക്ലോത്ത് ഒക്കെ ലൂസ് ചെയ്യുക. പിന്നെ കൃത്രിമ ശ്വാസം കൊടുക്കുക. പിന്നെ നമ്മളെ നെഞ്ചത്ത് 2 കൈയും കൊണ്ട് ഓക്കെ.
അപ്പൊ ഫസ്റ്റ് എയ്ഡും ഏകദേശം നല്ല ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. ഓക്കെ. ഇനി നമ്മൾ മൂവ് ആകുന്നത് ഫസ്റ്റ് 4 യൂണിറ്റ്സ് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നല്ലേ ഡെവലപ്മെന്റിൽ എടുത്തത്. കേട്ടോ. പിന്നെ പാർട്ട് 1 യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ ഞാനാണോ? വിഷ്വൽ ഇമ്പയർമെന്റ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഓക്കെ 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 എടാ മനസ്സിലായി. കേട്ടോ. നമ്മള് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി റെസ്പോൺസിബിലിറ്റി ഹോം കുട്ടികളുടെ എന്താ പറയാ ഹെൽത്തി ഹാബിറ്റ്സ് ടീച്ച് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പാരന്റ്സിനാണ് അല്ലെ. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ആർക്കാ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ എപ്പോഴും ക്വസ്റ്റ്യൻ കാണാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ആക്ഷൻ, ലിപ് റീഡിംഗ് ഓർ ഹെൽത്തി കോംബോ ഓഫ് ബോത്ത് ഓഫ് ദീസ്. ഓക്കെ, അപ്പം ഏകദേശം വരാൻ പോകുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയാം. എ ത്രൂ ആക്ഷൻ, ബി ലിപ് റീഡിംഗ് and C maybe A and B of both A and B and D none of the above. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ആൻസർ ക്ലിക്ക് ചെയ്യും? All of the above. അങ്ങനെയല്ലടാ ഓപ്ഷൻ വന്നത്. A through action, B lip reading, C both A and B, D none of above. Both A and B. Both A and B. Both A and B. Okay. ഇനി വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ത്രൂ ആക്ഷൻ ഒരു മോക്ക് ടെസ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നൺ ഓഫ് ദി എബോവ് എന്നുള്ളടത്ത് ഓൾ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓൾ ഓഫ് ദി എബോവ് ആണെങ്കിലോ? അപ്പൊ അത് കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റ് വരുന്നത്. അതെ, ഓൾ ഓഫ് ദി എബോവ് വരാണെങ്കിൽ നോക്കണം. ഓപ്ഷൻ നോക്കി, ഞാൻ അതാണ് ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടി വന്നത്. ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ത്രൂ ആക്ഷൻ, ഓപ്ഷൻ ബി ലിപ് റീഡിംഗ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓൾ ഓഫ് ദ എബോവ് വരും. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആൻസർ ചെയ്യാനായിട്ട്. ചാടി ഓടിപ്പോയി ആദ്യത്തെ തന്നെ കണ്ട് സബ്മിറ്റ് ചെയ്ത് പിന്നെ ആലോചിച്ചിട്ട് നമുക്ക് വീണ്ടും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ റീഡ് ചെയ്യാൻ നന്നായിട്ട് കേട്ടോ. റീഡ് ചെയ്തിട്ട് ചെയ്യാം. Then childrens with physical disabilities നെ കുറിച്ച് പറഞ്ഞു. പിന്നെ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി, സ്പെഷ്യൽ ക്ലിനിക്, ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്, നമ്മളുടെ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, ഇനി നമ്മള് മൂവ് ആകുന്ന യൂണിറ്റിന്റെ പേര് പാർട്ട് 2 ആണ്, ചൈൽഡ് ഡെവലപ്മെന്റ്. ഞാൻ എടുത്ത പാർട്ട് 4 ചൈൽഡ് ഡെവലപ്മെന്റിന്റെയാണ്. നമ്മൾ ഈ പാർട്ടിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 യൂണിറ്റ്സ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് നെക്സ്റ്റ് 5 യൂണിറ്റ് സൈക്കോളജി. അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെ പറയാറ്. ആദ്യത്തെ 5 യൂണിറ്റ്സ് ചൈൽഡ് ഡെവലപ്മെന്റും ബാക്കിയുള്ള 5 യൂണിറ്റ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, നീഡ്സ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ വരുന്നത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. സോ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഗ്രോത്ത് ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതായിരുന്നു സ്റ്റോപ്പ് ആകുന്നത്? ഒരു ഏജ് എത്തുമ്പോ മെച്ചൂരിറ്റി എത്തുമ്പോ ഗ്രോത്ത് സ്റ്റോപ്പ് ആകുന്നു.
ഓക്കെ. ദെൻ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെ. ദെൻ പ്രീനന്റൽ പോസ്റ്റ് നമ്മൾ പിന്നെ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നന്നായിട്ട് നോക്കാം കേട്ടോ, നല്ല രീതിയിലൊന്ന് നോക്കാം. ദെൻ ഫാക്ടേഴ്സ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഹെറിഡിറ്ററി ഫാക്ടർ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്തിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? സ്കിന്ന്, ഐസ്, കളർ, നോസ്, ഷേപ്പ്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ പ്രീനെന്റൽ ആൻഡ് പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. എന്തെല്ലാമാണ് പ്രീനെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഹെൽത്ത്, ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, ന്യൂട്രീഷൻ, മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്, ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, എനി ആക്സിഡൻസ്. ഇതെല്ലാം എന്താണ്? മെറ്റേണൽ ഹെൽത്ത്. നമ്മള് പ്രസവത്തിന് മുമ്പ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കി. പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ എൻവയോൺമെന്റ്. അങ്ങനെ മൂന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എൻവയോൺമെന്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പീരീഡുകൾ നോക്കി ഇല്ലേ? ഓരോ പീരീഡുകളും അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പീരീഡ് ഓഫ് ഓവം, പീരീഡ് ഓഫ് എംബ്രിയോ, അത് നെക്സ്റ്റ് പേജുകളിൽ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ലൈഫിന്റെ കാര്യത്തില് ഫസ്റ്റ് ഫോം ചെയ്യുന്ന സിംഗിൾ സെല്ലിന് നമ്മൾ എന്താ പറയുന്നത്? സൈഗോട്ട്. ഓക്കെ, സൈഗോട്ട്. നമ്മൾ പിന്നെ എംബ്രിയോന്റെ കാര്യം പറഞ്ഞു അല്ലെ. എംബ്രിയോയിൽ എത്ര ക്രോമസോംസ് ഉണ്ടാവും? എംബ്രിയോയില് 46 23 വെച്ചിട്ട് 46. ഓക്കെ, 23 46. ഓക്കെ ഓക്കെ ട്ടോ. ദെൻ ഇതില് ആരിനുള്ള കോൺട്രിബ്യൂഷൻ ആണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്? മദറിന്റെ നിന്നാണോ ഫാദറിന്റെ നിന്നാണോ? ഫാദർ. ഫാദർ. ഓക്കെ. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് ഏത് ടൈം ആണെന്ന് അറിയാവോ? കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. അത് അങ്ങനെ തന്നെ പഠിക്കട്ടോ. എത്ര അവേഴ്സ് ആണ് ഫെലോപ്പിയൻ ട്യൂബില് എഗ് വെയിറ്റ് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് 24 hours. ഓക്കെ. ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? എന്താ മാം? ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവത്തിന് നമ്മൾ പറയുന്ന നെയിം എന്താണ്? ഇപ്പൊ സ്പേമും എഗ്ഗും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഓക്കെയാണ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേര് സൈഗോട്ട് ട്ടോ. ഓക്കെ. Dash is the process of dividing, and as it moves slowly through the fallopian tube to the uterus and attached to the lining of the uterus. നമ്മൾ ഇംപ്ലാന്റേഷൻ. ഓക്കെ, ഇംപ്ലാന്റേഷൻ നോക്കാം കേട്ടോ. പീരീഡ് ഓഫ് എംബ്രിയോ അല്ലെ. പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്ന പീരീഡ് ചോദിക്കാം. 2nd to 8th week ആഫ്റ്റർ കൺസെപ്ഷൻ ആണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് 2 months നമ്മൾ ആ ഫസ്റ്റ് 2 monthsനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു ന്യൂ ലൈഫിനെയാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ ഏതാണ്? ഹാർട്ട്. ഓക്കെ, ഹാർട്ട് ആണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ. ഇനി പിന്നീടാണ് ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ പീരീഡ് ഓഫ് ഫീറ്റസ്, അത് ഏതാ പീരീഡ് നോക്കണം. ഫ്രം 8th week to until ബർത്ത് വരെയാണ് പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത്. ബേബി അറ്റ് ബർത്തില് എത്ര വെയിറ്റ് വേണം? 3 kg. സോറി, നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 kg ആണ്. ഓക്കെ, നന്നായിട്ടൊന്ന് റീഡ് ചെയ്യാട്ടെ. ഈ ചാപ്റ്റർ നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്യാട്ടോ. 1 minute കേട്ടോ, 1 minute. ഓക്കെ കേട്ടോ. അപ്പൊ നമ്മള്
ആ ഒരു യൂണിറ്റ് കുഴപ്പമില്ലല്ലോ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ആ ഒരു പീരീഡുകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നോക്കാൻ ഞാൻ അന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ലാസ് എടുത്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ്. നല്ല രീതിയിൽ റീഡ് ചെയ്യാം കേട്ടോ. എക്സാമിന് മുമ്പ് നല്ല രീതിയിൽ റീഡ് ചെയ്യാം. ദെൻ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫസ്റ്റ് പാരഗ്രാഫ് ആ പോയിന്റ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും ഇൻഫൻസിയിൽ? ഭയങ്കര ഷിഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും അല്ലെ ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഞാനാണോ ഫിസിക്കൽ ഡെവലപ്മെന്റ് എടുത്തത്? അല്ലെ? നിങ്ങൾ എന്താ പ്രതികരിക്കാത്ത? ചാപ്റ്റർ മനസ്സിലായില്ലേ? മിസ്സാണ് എടുത്തത്. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് മിസ് എടുത്തത്. ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് പെട്ടെന്നായിരിക്കും ഇൻഫൻസിയിൽ കുട്ടികളിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് പെട്ടെന്നായിരിക്കും നടക്കുന്നത്. ഒരു കുട്ടി ചിലപ്പോ ഒരു 3 മാസം കൊണ്ട് എന്ത് ചെയ്യുന്നു? കമന്ന് വീഴുന്നു, എഴഞ്ഞു നടക്കുന്നു, മുട്ടിലെഴയുന്നു, ഇരിപ്പുറയ്ക്കുന്നു, നടന്നു തുടങ്ങുന്നു. ഭയങ്കരമായിട്ട് ആ ഒരു 0 to 2 years നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതേപോലെ തന്നെ പ്രീ സ്കൂൾ ചൈൽഡിന്റെ പീരീഡ്, അതൊരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആ പീരീഡ് ഏതാണെന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് ദ പീരീഡ് ഓഫ് പ്രീ സ്കൂൾ, പ്രീ ചൈൽഡ്ഹുഡ്. അപ്പൊ 3 to 6 ആണ് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പീരീഡ്. ദാറ്റ് ഈസ് ദ പീരീഡ് ഓഫ് മിഡിൽ ചൈൽഡ്ഹുഡ് 7 to 9. ലേറ്റർ ചൈൽഡ്ഹുഡ് 10 to 13. അപ്പൊ ഇതിൽ ഏതാണോ പീരീഡ് ഓഫ് എന്താ പറയാ ഗ്രോത്ത്, ഏതാണ് പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ ഓക്കെ. ഫസ്റ്റ് 3 അഡോളസെന്റ് ഏജ് ആണ് പിന്നീട് വരുന്നത്. ഇൻഫൻസി പോലെ തന്നെ നടക്കുന്ന ആ ഒരു മാർക്കഡ് ആയിട്ടുള്ള എന്താണ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പിന്നെ നടക്കുന്ന എപ്പോഴാണ്? ഏർലി ചൈൽഡ്ഹുഡിന്റെ ടൈമിലാണ് പിന്നീട് നമുക്ക് നടക്കുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ദെൻ ഫിസിക്കൽ ഗ്രോത്ത് സീസ്ഡ് ബൈ വെൻ ഡാഷ് ഈസ് അറ്റൈൻഡ്. ഫിസിക്കൽ ഗ്രോത്ത് ഈസ് സീസ്ഡ് ബൈ വെൻ ഡാഷ് ഈസ് അറ്റൈൻഡ്. എപ്പോഴാണ് സീസ് ചെയ്യുന്നത്? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ. മെച്യൂരിറ്റി ശ്രദ്ധിക്കണം. ഗ്രോത്ത് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഹൈറ്റും വെയിറ്റ് ജസ്റ്റ് റീഡ് ചെയ്ത് പോയാൽ മതി. ദെൻ കുട്ടികളിലെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് പഠിക്കുന്നത് ഏത് ഇയറിലാണ്? ടോയ്ലറ്റ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത് 4 years ആണ് അല്ലെ? ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് നോക്കാം. പിന്നീട് നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ? മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് ആദ്യം ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മാസ് എനർജി അല്ലെങ്കിൽ ഒരുപാട് എനർജി മാസ് റിയാക്ഷൻസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. പിന്നീട് അത് സ്പെസിഫിക് ആയിട്ട് മാറുന്നു. ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ആദ്യം കുട്ടികളിൽ ലാർജ് ഫണ്ടമെന്റൽ മസിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ആവുന്നത്. പിന്നീടാണ് സ്മോൾ മസിൽസ് ഡെവലപ്പ് ആവുന്നത്. അതിന് നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസിനെ കുറിച്ചിട്ടും ഗ്രോസ് മോട്ടോർ സ്കിൽസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഫലോകോഡൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് എന്ന് ഒരു പേരുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പേരും കൂടി ഉണ്ട്, ഹെഡ് ടു ടെയിൽ ട്രെൻഡ് എന്നും കൂടി പേരുണ്ട് ഇല്ലേ? ഹെഡ് ടു ഫുട്ട് ട്രെൻഡും ഹെഡ് ടു ടെയിൽ ട്രെൻഡ് എന്ന് പറയുന്ന 2 പേരുണ്ട്. നോക്കി വെക്കാം. എന്നുവെച്ചാല് തലയിൽ മുതൽ കാല് പാദം വരെയാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇമേജ് പോയോ നിങ്ങളുടെ? ഒന്ന് ഹാങ് ആയതാണ് കേട്ടോ. ഇനി പ്രോസിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ആക്സിസ് ഒരു ലൈനോ സെൻട്രൽ ലൈനിലായിരിക്കും കൂടുതലായിട്ട് എന്താണ് ഡെവലപ്മെന്റ് ആദ്യം നടക്കുന്നത്. വെച്ചാൽ ബോഡിയുടെ ഇന്റേണൽ പാർട്ടിലാണ് ആദ്യം ഡെവലപ്മെന്റ് നടക്കുന്നത്. പിന്നീടാണ് ഔട്ടർ പാർട്ടിലേക്ക് ഡെവലപ്മെന്റ് വരുന്നത്. നമുക്കറിയാം ഇന്റേണൽ ഓർഗൻസ് ഡെവലപ്പ് ആയതിനു ശേഷമാണ് നമ്മുടെ എക്സ്റ്റേണൽ പാർട്സുകൾ ഡെവലപ്പ് ആവുന്നത്. ദെൻ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഒരു ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആണ്. 2 കൈയും അതേപോലെ തന്നെ അവർക്ക് കോമൺലി ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് അവർക്ക് ഏതാണോ ഇഷ്ടമുള്ള ഡയറക്ഷൻ അതിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത്.
ദെൻ മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ടൈമിൽ കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മാക്സിമം എനർജി വേണം. അവർ ഫുൾ എനർജി എടുത്തായിരിക്കും അവർ ചിലപ്പോൾ ഒരു ബോൾ ക്യാച്ച് ചെയ്യുന്നത്. പിന്നീട് അവർ വലുതാവുമ്പോൾ ആ ബോൾ ക്യാച്ച് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് അവർക്ക് പറ്റും. മിനിമം ലെവൽ ഓഫ് എനർജി മതിയാവും. ഓക്കെ, ട്രെൻഡുകൾ പഠിക്കാം, കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള പേരുകൾ പഠിക്കാം. നോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പേരും കാര്യങ്ങളൊക്കെ? അതൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യാട്ടെ. ട്രെൻഡുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ട്രെൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളൊന്ന് റീഡ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഇനി ഇമോഷൻസ്, കുട്ടികളിൽ എപ്പോഴും ഇമോഷൻസ് എങ്ങനെയാണ്? മോർ റെഗുലർലി ആൻഡ് സിവിയർലി എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അവരുടെ ഇമോഷൻസ് ടെമ്പററി ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ് ഏതൊക്കെയാണ്? സ്ട്രേഞ്ചർ ആൻസൈറ്റിയും സെപ്പറേഷൻ ആൻസൈറ്റിയും. ഓക്കെ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളെയോ പേഴ്സൺസിനെ കാണുമ്പോൾ വരുന്ന ഒരു ആൻസൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രേഞ്ചർ ആൻസൈറ്റി. കുട്ടി അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് വരുന്ന ഒരു ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. ഈ 2 ആൻസൈറ്റി കൂടാതെ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഫിയേഴ്സ് ഉണ്ട് ഇല്ലേ? കോമൺ ഫിയേഴ്സ് എന്തൊക്കെയാണ്? ലൗഡ് നോയ്സ്, ഡാർക്ക്, ആനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺസ്, പ്ലേസ്, ഓക്കെ. Then physical health factors influencing emotional development നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നോക്കിയതാണ്. നല്ല രീതിയിൽ അത് റീഡ് ചെയ്യാം. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മൾ നോക്കി ഇല്ലേ? ഇൻഫന്റ് ബർത്ത് ടൈമിൽ സോഷ്യലബിൾ ആണോ? അല്ല. അല്ല. ഒരു 6th വീക്ക് ആവുമ്പോൾ മുതലാണ് അവരൊരു സ്മൈൽ കണ്ടു തുടങ്ങുന്നത്. അവരൊരു പേഴ്സണ് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്ന എപ്പോഴും മുതലാണ്? ഒരു 6 ആഴ്ചക്കാണോ 1.5 മാസമൊക്കെ എത്തണം. അവിടെ മുതലാണ് ആ ഒരു സ്മോൾ സ്മൈലിലൂടെയാണ് അവരുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 2 to 3 months ഒക്കെ ആകുമ്പോൾ അവര് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? അവർ ഒബ്ജക്ട്സ് കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. 3 മാസമൊക്കെ ആകുമ്പോഴേക്കും അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യും. അമ്മേനെ കാണാതെ വരുമ്പോ സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യും. അമ്മേനെ കാണുമ്പോൾ അവർക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ദെൻ 4 to 5 months ഒക്കെ ആകുമ്പോഴേക്കും അവര് സ്മൈലിംഗ് ഫേസ്, പിന്നെ ഫ്രണ്ട്ലി ആംഗ്രി വോയിസ് ഒക്കെ അവര് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. 6 to 7 years അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്, ഫ്രണ്ട്സിനെ സ്ട്രേഞ്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. 8 to 9 months ഒക്കെ ആകുമ്പോഴേക്കും ബേബി ഇമിറ്റേറ്റ് സ്പീച്ച്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് തിരിച്ചു പറയാനായിട്ട് ശ്രമിക്കും. നമ്മൾ എന്താണോ പറയുന്നത് അതിന് തിരിച്ചു പറയാനായിട്ട് തുടങ്ങും. ദെൻ 12 months ഒക്കെ ആകുമ്പോഴേക്കും നോ വേർഡ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. വേണ്ട, ഭക്ഷണം കൊടുക്കുന്ന സമയമൊക്കെ ആയിരിക്കും. അപ്പൊ അവരെന്ത് പറയും? വേണ്ട, ഭക്ഷണം വേണ്ട, നോ പറയാനൊക്കെ തുടങ്ങും. നമ്മളോട് പറഞ്ഞത്. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പിന്നീട് നോക്കിയിട്ടുണ്ടാവും അല്ലെ? ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ മോർ ഡെവലപ്മെന്റ്, 2nd years of life കുട്ടികൾ കൂടുതലായിട്ട് ഡെവലപ്മെന്റ് നടക്കുന്ന ടൈമാണ് ഇത്. നമ്മുടെ പ്രീ സ്കൂൾ ടൈം എന്ന് പറയുന്നത് 3 to 6. അപ്പൊ നമ്മള് കുറച്ചുകൂടി സോഷ്യലൈസേഷൻ അക്യൂർ ചെയ്യുന്ന ടൈം പീരീഡ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ ആ സമയത്ത് നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മളുടെ പാരന്റ്സിന് അതെ, ടീച്ചേഴ്സിന് അതെ, ഈക്വൽ ആണ് കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ റീഡ് ചെയ്യാം. ഫാമിലിയിൽ നല്ല രീതിയിൽ നല്ല സോഷ്യലൈസേഷൻ ഉള്ള ഫാമിലീസ് ആണെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പും ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് സ്റ്റേജസ് എന്നുള്ളത് നോക്കാം അല്ലെ? ഡാഷ് ആർ ദ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നോക്കാം. 3 സ്റ്റേജസ് ഉള്ളതുകൊണ്ട് 3 സ്റ്റേജിൽ വന്നിട്ട് ഓൾ ഓഫ് ദി എബോവ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ലല്ലോ. പിന്നെ ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്, പിന്നെ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് നല്ല രീതിയിൽ നോക്കാം. മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റിലോട്ടൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാനുള്ളൂ. ബാക്കി റോൾ ഓഫ് ദ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം.
നിങ്ങളിപ്പോ ഈ യൂണിറ്റ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. ഇപ്പോ അധികം സമയമൊന്നുമില്ല എന്നറിയാം, എന്നാലും ഒരു യൂണിറ്റ് ഒരു പ്രാവശ്യങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുള്ളൂ മോക്ക് ടെസ്റ്റ് നമ്മള് ടേം എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ റീഡ് ചെയ്താൽ അതിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ്, പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരിക്കുള്ളൂ. ഓക്കെ, മെയിൻ എക്സാം അല്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ടെസ്റ്റിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ആ ടൈം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഒരു ടീച്ചർ എത്ര ക്വസ്റ്റ്യൻസോ 50 ആണെന്ന് തോന്നുന്നു. 50 ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമുക്ക് മോണ്ടിസോറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഡെവലപ്മെന്റ് ശരിക്കും നിങ്ങൾക്ക് എപ്പോഴാണ് ഹെൽപ്ഫുൾ ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോവില്ലേ, അപ്പോഴാണ് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകുന്നത്. കാരണം അത്രയും നാൾ ഇംഗ്ലീഷ് അല്ലേ, സബ്ജക്റ്റ് അല്ലേ എന്നൊക്കെ വിചാരിച്ച് വെറുതെ നിസ്സാരല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ പോകുന്നത് ഒരു CBSE സ്കൂളിലേക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആ സമയത്ത് നമ്മൾ വേറെ കോഴ്സ് ഒക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ നമ്മളുടെ ഈ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇംഗ്ലീഷിനാണ് 10 ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. പിന്നെ നോക്കേണ്ട പാർട്ട് ആണെങ്കിൽ പാർട്ട് 2 ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. കാരണം പാർട്ട് 2 നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പാർട്ട് നിങ്ങൾക്ക് അറിയാം, പാർട്ട് 1നേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടന്റും കുറച്ചും കൂടി ടഫും ഏതാണ്? പാർട്ട് 2 അല്ലേ? യെസ് മാം. അപ്പൊ അതില് നന്നായിട്ട് നോക്കുക കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് ഏതെങ്കിലും പോർഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ. എന്തെങ്കിലും പോർഷൻസിൽ ഒന്നുകൂടി ക്ലാരിറ്റിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. മാം, ആ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഓക്കേടാ, അത് ഞാൻ ഓക്കെ. ഇനാക്റ്റീവ് സ്റ്റേജസ് എന്ന് പറയുന്നത് സ്റ്റേജ് ഈസ് ബൈ ചിൽഡ്രൻസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് തിങ്സ്. നമ്മൾ കുട്ടികൾ ഒരു കാര്യത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും. അവർ അവരുടേതായ ടേംസും സ്യൂട്ടബിൾ മോട്ടോർ റെസ്പോൺസ് ഒക്കെ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യും, ആക്ടിവിറ്റീസും ആ കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സ്റ്റേജ് ആണ്. ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് നോ ദ വേർഡ് ഓൺലി ത്രൂ ദ മീഡിയം ഓഫ് ഓപ്പറേഷൻ, നോട്ട് ത്രൂ ദ വേർഡ്സ് ഓർ ഇമേജ്. അവർ നമ്മൾ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലൊരു രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒരു അവരെ എപ്പോഴെങ്കിലും ഒരു ആനനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ആനയുടെ ഇമേജ് അവർ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അത് രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേജിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ജസ്റ്റ് ആ ഒരു ടൈമിൽ കാര്യങ്ങളും ഇൻഫന്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് എൻവയോൺമെന്റ് ബൈ ടച്ചിങ്, ബൈറ്റിംഗ്, ഗ്രാസ്പിംഗ്. കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞു കുട്ടികൾ അവർ ഓരോ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അവർ ടച്ച് ചെയ്ത് നോക്കിയാണ് സെൻസ്. അവർ ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്ത് അത് ബൈറ്റ് ചെയ്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ മുത്തക്കില്ല, അവര് ചിലപ്പോൾ അത് വായിലിടുന്നതുണ്ടാവും. പക്ഷെ അത് അവര് ബൈറ്റ് ചെയ്യുന്നതാണ്, ടേസ്റ്റ് ചെയ്യണം, അത് നോക്കണം എന്താണെന്നുള്ളത്. ഇതിലൂടെയൊക്കെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, പഠിച്ചെടുക്കുന്നത്. ഓരോന്ന് തൊട്ട് ടച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് നമ്മളുടെ മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ററാക്റ്റീവ് സ്റ്റേജസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻസോറിയൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ സെൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയാണ് കുട്ടികളിൽ ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സോ അത് ഒന്ന് തൊട്ട് നോക്കി, അത് പിടിച്ചു നോക്കി, അത് മേ ബി അത് കടിച്ചു നോക്കിയിട്ടൊക്കെ ആയിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നത്, എന്തൊരു തിങ്സിനെ കുറിച്ചിട്ടായാലും. ദെൻ പിന്നെ അയോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ ഇമാജിൻ ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ പറയാണ്, ഒരു ആനനെ കണ്ടു വന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ മനസ്സിലേക്ക് ആ ഒരു ഇമേജ് കൊണ്ടുവരും. ആ ഇമേജ് കൊണ്ടുവന്നിട്ട് അത് അവരുടെ മനസ്സിൽ അപ്പൊ അവർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും ഒരു ഇമേജ്.
അതിൽ നിന്ന് അവർ എന്ത് ചെയ്യും, അതൊരു ഇതായിട്ട് എന്ത് ചെയ്യും, ഇമാജിനേറ്റീവ് ആയിട്ട് അവരുടെ മനസ്സിലത് അങ്ങനെ കൊണ്ടുവരും. This stage characterized by the children's description of things, events in terms of audio visual image and mental picture. അവരുടെ മൈൻഡിലായിരിക്കും ചിലപ്പോൾ ഓഡിയോ വിഷ്വൽ ഇമേജിലൂടെയും അവരുടെ മെന്റൽ പിക്ചർ മൈൻഡിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പിക്ചറിലൂടെയും അവരെന്ത് ചെയ്യുന്നത് ഈ സ്റ്റേജിൽ ഓരോ കാര്യങ്ങളെയും ഓരോ തിങ്സിനെയും ഓരോ ഇവന്റ്സിനെയും ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഇൻ ദിസ് സ്റ്റേജ് ഇൻഫർമേഷൻ ഇസ് ഗെയിൻഡ് ബൈ ഇമാജിനറി. അവരുടെ മൈൻഡിലായിരിക്കും ഓരോ ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലും ഇമാജിനറി ആയിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. ആൻഡ് ദ ചൈൽഡ് ഈസ് എ prisoner of his affective mind. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓരോ കാര്യങ്ങളും അവന്റെ മൈൻഡിലാണ് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്. ഇനി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടേതായ ലാംഗ്വേജും കാര്യങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി സിംബോളിക് സ്റ്റേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സിംബോളിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു ആക്റ്റീവ് സ്റ്റേജിൽ മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് കൂടുതലായിട്ട് നല്ലത്. കാരണം എന്താ പറയാ, സെൻസർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓഡിയോ വിഷ്വൽ ഇമേജസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടി നന്നാവുന്ന അയോണിക് സ്റ്റേജ് ആണ്. ദെൻ വരുന്ന സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ വേർഡ്സ്, സിംബൽസ്, അതർ ഇമാജിനറി ആബ്സ്ട്രാക്ട് ഫിനോമിനാസ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയാ മോട്ടോർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ദെൻ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും കാര്യങ്ങളും കുട്ടികളിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സിംബോളിക് സ്റ്റേജിൽ കുട്ടികളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് മാത്തമാറ്റിക്കൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആകുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇത് നമ്മളുടെ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇമാജിൻ ഒരു സിംബൽസും കാര്യങ്ങളും അത് ഐഡന്റിഫൈ ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും ഇന്നതിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇത് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. 3 സ്റ്റേജസ് ജസ്റ്റ് ആ പേരും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ നോക്കാം കേട്ടോ. പിന്നീടാണ് തോന്നുന്നത് കൺഫ്യൂഷനിലേക്ക് പോയത്. സ്റ്റേജസ് നന്നായിട്ട് നോക്കാം. ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. പിന്നെ ഏരിയാസും പ്രൊവൈഡ് റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ചിലപ്പോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇന്ന സ്റ്റേജിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഒരു ഡൗട്ട്, ഈ മാർക്ക് സ്പെസിഫിക് ട്രെൻഡും പിന്നെ ഈ മാക്സിമം ടു മിനിമം ട്രെൻഡും അത് ഒന്ന് ഏകദേശം സെയിം ആണ്. മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം കുട്ടികളിൽ അവരുടെ റിയാക്ഷൻസും കാര്യങ്ങളും മാസ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, ഭയങ്കരമായിട്ട് അവരുടെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പോലെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്നുവെച്ചാൽ അത് ക്യാച്ച് ചെയ്യുന്നു, അവരുടെ ഫുൾ എനർജിയും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു ക്യാച്ച് ചെയ്ത് ആയിട്ടാണ് അവരെ എന്ത് ചെയ്യുന്ന ബോൾ ക്യാച്ച് ചെയ്യുന്നത്. പിന്നീട് അവർ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്യും, അത്ര വലിയ ഹാപ്പിനെസ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ആദ്യം കുട്ടികളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, മാസ് റിയാക്ഷൻസ് ആയിരിക്കും കുട്ടികളിൽ കണ്ടുവരുന്നത്. പിന്നീട് അത് സ്പെസിഫിക് ആയിട്ട് മാറും, നോർമൽ ആയിട്ട് നമ്മളൊക്കെ പോലെ തന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, റിയാക്ട് ചെയ്യും. അപ്പൊ ഈ മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത് റിയാക്ഷന്റെയും എനർജിയുടെയും ഇതിൽ പറയുകയാണ്. മിനിമം ടു മാക്സിമം ട്രെൻഡ് മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത് കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് ചെറുപ്പത്തില് അവർക്ക് മാക്സിമം എനർജി വേണ്ട ആക്ടിവിറ്റീസ് അവർ വളർന്നു കഴിയുമ്പോൾ അവർക്ക് മിനിമം എനർജി മതിയാവും. ആദ്യത്തെ മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡില് റിയാക്ഷന്റെ കാര്യം, മാക്സിമം ടു മിനിമം ട്രെൻഡില് എനർജിയുടെ കാര്യം വെച്ചിട്ട് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ദെൻ നമ്മള് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഫസ്റ്റ് ക്ലാസ്സിൽ? ഇല്ല അല്ലെ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? പോസ്റ്റർ. ഓക്കെ, ഏത് പൊല്യൂഷൻ സെമിനാറൊന്നും പറഞ്ഞിട്ടില്ല? സെമിനാറൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? സെമിനാർ പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ പൊല്യൂഷന്റെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പോസ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് അന്ന് ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. ഓക്കെ, പോസ്റ്റർ ചെയ്തവരൊന്ന് മെസ്സേജ് അയക്കോ, പിൻ ചെയ്യാം.
പോസ്റ്റ് ചെയ്തൊരു മെസ്സേജ് അയക്കട്ടോ. ഓക്കെ, അൽക്ക പ്രസന്റ് ചെയ്തോ കേട്ടോ. മിസ് അളക. അളക. ഓക്കെ, 2 പേരുണ്ടല്ലോ. ഓക്കെ, ഇവിടെ പ്രസന്റ് ചെയ്തോ കേട്ടോ. വരച്ചിരിക്കുന്നതല്ലേ? യെസ് മിസ് വരച്ചതാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. രാജേശ്വരി. 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 കാണാടാ, മ്യൂട്ട് ഓണാക്കും. ഓക്കെ, കാണാട്ടാ. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. അഞ്ജു. പ്രിപ്പയർ ചെയ്തില്ലേ? ഓക്കെ, ലിജി ചെയ്താടാ? ഓക്കെ ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ചെയ്തൂടെ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമാവൂലേ? അല്ലെങ്കിൽ മോനും വിഷമാവില്ല. ഇത്രയും നന്നായിട്ട് പ്രസന്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ മിസ്സിനെ കാണിച്ചില്ലല്ലോ എന്ന് തോന്നൂലേ? മാം ഞാൻ നോക്കിയത് ആണോ? ഓക്കെ. രശ്മി. ഓ, ഒരു മീറ്റിംഗിലാണ് രശ്മി. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചെയ്തെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക, പക്ഷേ വീട്ടിലല്ല. ഓക്കെ, കുഴപ്പമില്ല. സുബിത. ജിഷ. മിസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തന്നാൽ മതി, ഞാൻ അത് എടുത്തു വെച്ചിട്ടില്ലേ? ഓക്കേടാ. ജിഷ. ജിസ്ന. ജിസ്നയല്ലേ? ജിഷ അല്ല, ജിസ്ന. ഞാൻ ചെയ്തിട്ടില്ലേ മാം, അടുത്ത ക്ലാസ്സില്. കാരണം ഇത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ അവധിയായിരുന്നേ. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ചെയ്തു വെച്ചില്ല. പതുക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചു. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആവുമ്പോ ഒരുപാട് ബേർഡൻ ആവും കേട്ടോ. ലാസ്റ്റ് വീക്ക് ഇടുമ്പോ ഒത്തിരി ആക്ടിവിറ്റീസ് വരും. ഓക്കെ മാം. കാരണം മെയിൻ എക്സാം കഴിഞ്ഞു വൈവയൊക്കെ ചിലപ്പോ മെയിൻ എക്സാം അടുത്തടുത്തായിരിക്കും. നിങ്ങൾക്ക് ടൈം കിട്ടണമെന്നില്ല എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് പെൻഡിങ് വന്നു കഴിഞ്ഞാല് അത്രയും നിങ്ങൾ എത്രയാണോ കംപ്ലീറ്റ് ചെയ്ത് അത്രയുമായിട്ട് മാർക്ക് വരുന്നത്. സോ അന്നു തരുന്ന വർക്കുകൾ മാക്സിമം ആ വീക്ക് അല്ലെങ്കിൽ ആ മന്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, സോറി മാം. കുഴപ്പമില്ലാടാ, കുഴപ്പമില്ല. എന്തായാലും കയറാൻ തോന്നിയല്ലോ ക്ലാസ്സിൽ. അന്ന് ഒരു ലീവ് കിട്ടിയപ്പോഴെങ്കിലും കയറാൻ തോന്നിയല്ലോ. നന്നായിട്ടാ. സുബിത. മിസ് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം, ഞാൻ എടുത്തു വെച്ചിട്ടില്ലേ, കാണുന്നില്ല, ഇവിടെ നോക്കാണ്. അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ബാക്കിയുള്ളവരെടുത്തിട്ട് ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ജസ്റ്റ് ഞാനില്ലേ ബീറ്റ് സ്റ്റെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടില്ലേന്ന്, ഒന്ന് കാണിക്കട്ടെ. ഓക്കേടാ. ഞാൻ തന്നെയാണ് ബീറ്റ് സ്റ്റെയറിന്റെ പറഞ്ഞത്. ടീച്ചറാണോ? നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഞാനാണ് പറഞ്ഞത് ബീറ്റ്സിന്റെ. ജിഷ മിസ്സും പറഞ്ഞിട്ടുണ്ട്, മാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീറ്റ് സ്റ്റെയർ നന്നായിട്ടുണ്ട് കേട്ടോ. കളേഴ്സ് ഓക്കെ, സെയിം സെറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. മാം ഞാനും ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടില്ല. ഓക്കെ, ലിജി പ്രസന്റ് ചെയ്തോടാ. ഓക്കേടാ. ചെറിയ ബീറ്റ്സ് ഒക്കെ ഉണ്ട്.
ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോ നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് 4 ലാസ്റ്റ് യൂണിറ്റ് ആയിരുന്നു അല്ലെ? ഡിസ്കസ് ചെയ്യാനുള്ള യൂണിറ്റ് ആണ് തോന്നുന്നത് അല്ലെ? മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റ്സ് ആണ് ഇനി എടുക്കേണ്ടത് അല്ലെ? യെസ് മിസ്. ഓക്കെ, നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ഏതൊക്കെ മോക്ക് ടെസ്റ്റ് ആണ് ഇപ്പൊ പാർട്ട് 1 and 2 മോക്ക് ടെസ്റ്റ് ഒക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൂടി തരാനുള്ളൂ. ബാക്കിയെല്ലാ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, അതിന് ഇന്ന് മാക്സിമം ഇന്ന് തന്നെ ഇടാനായിട്ട് പറയാം. അവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇട്ടിട്ടില്ല, പറഞ്ഞേക്കാം. ദെൻ പറഞ്ഞോടാ. മാമാണ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് എടുത്തിട്ട് ചാപ്റ്റർ ഒക്കെ അങ്ങനെ അല്ലാടാ, അങ്ങനെ വിചാരിക്കരുത്. എല്ലാ ടീച്ചേഴ്സും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ്സിന് ചിലപ്പോ ഞാൻ എടുത്ത യൂണിറ്റ്സിന് ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്നില്ല, ഞാൻ ഇല്ല കേട്ടോ. അപ്പോ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. കാരണം നമ്മുടെ ടെസ്റ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ ഉള്ളിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ ഇടണമെന്നില്ല. ചിലപ്പോൾ ഞാൻ എടുക്കാത്ത ചാപ്റ്ററിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എടുത്ത ചാപ്റ്ററിൽ ഞാൻ തന്നെ ഇടണമെന്നില്ല. അപ്പൊ അതൊന്ന് നോക്കാട്ടാ. ഏകദേശം അതേ ലൈനിൽ തന്നെ ആയിരിക്കും, ലെവലിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. പിന്നെ മാനുവലി ആണ് ടീച്ചേഴ്സ് എഴുതി കൊടുക്കുന്നത്. എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജിഷ മിസ്സിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തോന്നാണ് ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ജിഷ ടീച്ചറിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ജിഷ മിസ്സിന്റെ നമ്പർ ഒക്കെ ഇല്ലേ, ആ മാമിനോട് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻസ് പ്രശ്നം വരാറില്ല, ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ്ലി ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കിട്ടും, അപ്പൊ ഞാൻ നോക്കാം. ഞാൻ എന്റെ യൂണിറ്റ്സ് ഒക്കെ ഒന്നും കൂടി ഞാൻ ഒന്ന് നോക്കാം. ഞാൻ എടുത്ത യൂണിറ്റ്സ് ഒക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. കാരണം ഇത് 2 ബാച്ചിനും ഒരുമിച്ച് എക്സാം വന്നിരിക്കുന്നത്. MP11 and 12 ഒരുമിച്ച് എക്സാം വന്നിരിക്കുന്നത്. അപ്പൊ MP11 ഞാൻ എടുക്കാത്ത കുറെ ചാപ്റ്റേഴ്സ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്, MP12 എടുത്തിട്ടുണ്ട്. ഇപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാനല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്, ദെൻ ചൈൽഡ് വെൽഫെയറിന്റെ ക്വസ്റ്റ്യൻസ് ഞാനല്ല. അപ്പൊ കുറച്ച് യൂണിറ്റ്സിനൊന്നും ഞാൻ എടുത്ത യൂണിറ്റ്സിനൊന്നും ഞാനല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. എന്നാലും നമ്മളുടെ ടെസ്റ്റിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നോക്കാം, ഏകദേശം കോമൺ ആയിട്ട് വരുന്ന രീതിയിലാണ് മിസ്മാർ ഇടുള്ളൂ. വേറെ ഒരുപാട് ടഫ് ഒന്നും ആക്കാനുള്ള ചാൻസ് ഇല്ല. ടൈം എക്സാം ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇടുന്നത്. വേറെ അത്ര എന്താ പറയാ, ഒത്തിരി ടഫ് ഒന്നും ആവില്ല. ഓക്കെ, പിന്നെ നിങ്ങളത് മാർക്കിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾക്ക് ടൈമിൽ ആ ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നോക്കാം കേട്ടോ. പിന്നില്ലേ 1 hour കിട്ടില്ലേ മാം? 1 hour 1 ആണോ 75 ആണോ? സോറി 55 നോക്കട്ടെ, ഞാൻ 45 ആണോ 55 ആണോ ഡൗട്ട് ഉണ്ട്. നമുക്ക് ടൈം 7 to 8 1 hour ആണ് 1 hour ആണ്. ഓക്കെ, ലാസ്റ്റ് ടൈമിലേക്ക് സബ്മിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നിൽക്കണ്ട കേട്ടോ. അതെ, ഒരു പ്രാവശ്യം ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് ഇരുന്ന സമയത്ത് ഒരു കുട്ടി, ആ കുട്ടിയുടെ എന്തോ 50 ആയപ്പോ 350 ആയപ്പോ എക്സാം കംപ്ലീറ്റ് ആയി. 350 അല്ലേ, അപ്പൊ ഞാൻ പിന്നെ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, ഒരു 355 വരെ 315 കഴിഞ്ഞാണ് 3:15 എക്സാം കഴിഞ്ഞാണ് 355 വരെയും ആ കുട്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, എപ്പോഴും സബ്മിറ്റ് ആവണമെന്നില്ല, നെറ്റ് ഇഷ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹാങ് ആയി ആ കുട്ടിക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ടൈം കഴിഞ്ഞിട്ടാണ് ഇത് സബ്മിറ്റ് ആയത്. അപ്പൊ നിങ്ങൾ ആ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, സബ്മിറ്റ് ആക്കാൻ നോക്കാം. റേഞ്ച് ഉള്ള സ്ഥലത്ത് എക്സാം എഴുതാൻ നോക്കാം കേട്ടോ. റേഞ്ച് ഉള്ള ഒരു പ്ലേസിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കാം. ആ ഒരു ടൈം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് മറ്റു ഇഷ്യൂസിലൊന്നും പെടാതെ സെപ്പറേറ്റ് ചെയ്ത് നല്ല കോൺസെൻട്രേഷനോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, എക്സാം എഴുതാനായിട്ട് നോക്കാം കേട്ടോ. ടെൻഷനൊന്നും അടിക്കേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. പിന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് ഡൗട്ട് അത് വേറെ ആർക്കും അങ്ങനെ പ്രശ്നം പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ബാക്കി എല്ലാ ടീച്ചേഴ്സും തന്നെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇന്ത്യയിലാണ് ആ ഒരു 2 ചാപ്റ്റർ ഞാനല്ല ഇടുന്നത്. ബാക്കി എല്ലാവർക്കും സെയിം തന്നെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കിയാൽ മതിയാവും. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, വീണ്ടും വേണമെങ്കിൽ എല്ലാ മോക്ക് ടെസ്റ്റ് ഒന്നും കൂടി ചെയ്ത് നോക്കുക. എല്ലാ ടീച്ചേഴ്സിന്റെയും മോക്ക് ടെസ്റ്റ് ഒന്നും കൂടി ചെയ്ത് നോക്കിക്കോട്ടാ.
ഒരു നല്ല കോൺഫിഡൻസ് കിട്ടും. ഓവറോൾ ചാപ്റ്റേഴ്സ് ഒന്ന് റീഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഓക്കെ ഞാൻ ഓക്കെ ആണ്, എക്സാം എഴുതാൻ സെറ്റാണ്. നാളെ ക്ലാസ് ഉണ്ടോ നിങ്ങക്ക്? ഒന്നും പറഞ്ഞില്ല. മിസ് അറിയില്ല. നാളെ ചിലപ്പോ ക്ലാസ് ഉണ്ടാവാനാണ് ചാൻസ്. ആരാ നാളെ? അശ്വതി മാം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ അശ്വതി ടീച്ചർ. ഓക്കെ, ടീച്ചറാണ് നമ്മുടെ MT ടീച്ചറാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മിസ് ആണോ? MT ടീച്ചർ. ഓക്കെ MT ഇംഗ്ലീഷ് മിസ് എനിക്കില്ല, സോറി ട്ടാ. ജോബ് സാറല്ലേ? ഓക്കേടാ, സോറി ട്ടാ. അശ്വതി മിസ് അല്ലേ? അപ്പൊ അശ്വതി മിസ്സും റിവിഷൻ ആയിരിക്കുള്ളൂ മിക്കവാറും. മിസ്സിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളതൊക്കെ പറഞ്ഞതും സെഷൻസ് ഒക്കെ നോക്കാം. ഇന്ന് എന്റെ പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്യാട്ടാ. ഇന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്നാലും ആ പോർഷൻസ് ഒക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഇന്ന് തന്നെ അത് പഠിക്കാനായിട്ട് നോക്കാം. എത്ര ചാപ്റ്റർ ഉണ്ട്? 7 ചാപ്റ്റർ ഉണ്ട്. നന്നായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എക്സാം ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഓവർ ടെൻഷൻ ഒന്നും വേണ്ട. നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ടുള്ള എക്സാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഈ 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ മേ ബി ഒരു ഹാഫ് ആൻ അവർ വേണ്ട, അത്രയും സമയം വേണ്ട. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്മിഷൻ കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ മാർക്ക് അപ്പൊ തന്നെ അറിയോ? ഇല്ലടാ, അത് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറിലേക്കല്ലേ വരുന്നത്. അപ്പോ അത് ഇവിടെ റെക്കോർഡർ ആണ്, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളറിയില്ല. നമ്മളിപ്പോ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് മാർക്ക് അറിയണ പോലെ അറിയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറയാം, ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നു. മാം നമുക്ക് എങ്ങനെയാണ് ഇത്? പുതിയൊരു ലിങ്ക് തരുവാണ് ഇതില് കയറാൻ വേണ്ടിട്ട്, അതോ നമ്മുടെ സെയിം ലിങ്കാ? നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും. ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും. ആ ലിങ്കില് ജോയിൻ ചെയ്യാം. ക്യാമറ ഓൺ ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? ആ ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്തിരിക്കണം, മ്യൂട്ട് ആയിരിക്കണം എല്ലാവരും. മ്യൂട്ട് ഓൺ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ മ്യൂട്ട് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി എല്ലാ ടൈമിലും മ്യൂട്ട് ആയിരിക്കണം എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ, നമ്മൾ മ്യൂട്ട് ഓൺ ചെയ്തിട്ട് അവരോട് അൺമ്യൂട്ട് ചെയ്ത് പറയാം. അതിനുശേഷം മ്യൂട്ട് ഓൺ ആക്കിയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലാത്ത ടൈമിൽ ഫുള്ളും മ്യൂട്ട് ആയിട്ടിരിക്കാൻ നോക്കാം. സൗണ്ട് ഡിസ്റ്റർബൻസ് തോന്നാണ് നമ്മൾ ക്ലാസ് എക്സാം എഴുതുന്ന സമയത്ത് സൗണ്ട് ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ലോ ചെയ്ത് വെച്ചിട്ട് എക്സാം എഴുതാൻ നോക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും എക്സാമിനേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ റിവൈസ് ചെയ്യാൻ നന്നായിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ റീഡ് ചെയ്ത് നോക്കാം. മാനർ എൻവയോൺമെന്റ് എടുക്കുന്നില്ല. നെക്സ്റ്റ് നിങ്ങൾ എക്സാം കഴിഞ്ഞ് വന്നിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് മാനർ എൻവയോൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം.